കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, മാൻഡ്രേക്ക്. അതെ, തൊട്ടതെല്ലാം കുളമാക്കുന്ന, കൂടെ നിൽക്കുന്നവർക്കെല്ലാം എട്ടിൻ്റെ പണി വാങ്ങിച്ചു കൊടുക്കുന്ന സാക്ഷാൽ ജൂനിയർ മാൻഡ്രേക്ക്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലും തമ്മിലുള്ള ആ പ്രശസ്തമായ അഭിമുഖമാണ്. സാംസ്കാരിക കേരളം ആവേശത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും തമ്മിലുള്ള കണ്ടും മിണ്ടിയും ഇരുവർ എന്ന ആ അഭിമുഖം കണ്ടു തീർത്തത്. കേരളത്തിൻ്റെ വികസനവും കലയും സംസ്കാരവും എല്ലാം അവിടെ ചർച്ചയായി. എന്നാൽ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്ത നമ്മുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഇതൊക്കെ എന്ത് വികസനം, എന്ത് സംവാദം? അവർക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ ഒന്ന് താറടിച്ചു കാണിക്കണം. അതിന് അവർ ഇറക്കിവിട്ടത് വടകരയുടെ സ്വന്തം MP, കോൺഗ്രസിൻ്റെ യുവ വാഗ്ദാനം ഷാഫി പറമ്പിലിനെയാണ്. അഭിമുഖത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ ഷാഫിയുടെ മറുപടി എന്തായിരുന്നു? ആ ഇൻ്റർവ്യൂ നടത്തിയ മോഹൻലാലിന് അപകടമൊന്നും വരാതിരിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പാർലമെൻറ്റ് അംഗമാണ്, നാളത്തെ കോൺഗ്രസിനെ നയിക്കേണ്ട ഒരു യുവ നേതാവാണ് പ്രതികരിക്കുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലിരുന്ന് രാജ്യത്തിൻ്റെ നയങ്ങൾ തീരുമാനിക്കേണ്ട ഒരാൾ വെറുമൊരു ചായക്കടയിലെ രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ പിന്നിലിരുന്ന് ചൊറിയുന്ന വെറുമൊരു മൂന്നാംകിട സൈബർ ട്രോളൻ്റെയോ നിലവാരത്തിലേക്ക് തരം താഴുന്നതാണ് നമ്മളിവിടെ കണ്ടത്. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് പകരം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ, അതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ഭരണാധികാരിയെ കേവലം ഒരു സിനിമാ കഥാപാത്രത്തോട് ഉപമിച്ചുകൊണ്ട് പരിഹസിക്കാൻ ഷാഫി പറമ്പിൽ എന്ന നേതാവിന് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പിണറായി വിജയനെ പരോക്ഷമായി ആ സിനിമാ പേരിട്ട് മാൻഡ്രേക്ക് എന്ന് വിളിച്ചത്? രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ നേരിടാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ സെൽ പടച്ചുവിട്ട ഏറ്റവും വലിയ അന്ധവിശ്വാസവും അസംബന്ധവുമാണ് ആ പ്രയോഗം. അതായത് പിണറായി വിജയൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അവിടെയൊക്കെ നിർഭാഗ്യം വരുമത്രേ. അവർ അതിന് പറയുന്ന ഉദാഹരണങ്ങൾ കേട്ടാൽ സാമാന്യ ബോധമുള്ള ഏതൊരാളും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഉദാഹരണത്തിന്, മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടായതിന് കാരണം അദ്ദേഹമാണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു പരത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചും മറ്റും നടത്തിയ കള്ളപ്രചരണങ്ങൾക്കൊടുവിൽ LDFന് 19 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രി നേരിട്ട് പ്രചരണം നയിച്ചതുകൊണ്ടാണ് ഇടതുപക്ഷം തോറ്റതെന്നായി അവരുടെ അടുത്ത കണ്ടുപിടുത്തം. ഇതൊന്നും പോരാഞ്ഞ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫൈനൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി ആശംസ നേർന്നാൽ ഇന്ത്യ തോൽക്കുമെന്നും ലോകകപ്പിൽ അർജൻറ്റീനയ്ക്ക് ആശംസ നേർന്നത് കൊണ്ടാണ് അവർ ആദ്യ കളി സൗദിയോട് തോറ്റതെന്നും വരെ ഈ കോൺഗ്രസ് സൈബർ ബുദ്ധിജീവികൾ കണ്ടെത്തി. ഇതുപോലുള്ള വെറും അന്ധവിശ്വാസങ്ങളെയും അസംബന്ധങ്ങളെയും ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു MP കൂടിയായ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയെ മാൻഡ്രേക്ക് എന്ന് വിളിച്ച് കളിയാക്കുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ സൗകര്യപൂർവ്വം മറന്നുപോയ ഒരു വലിയ ചരിത്രമുണ്ട്. അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങൾ മറ്റുള്ളവരെ മാൻഡ്രേക്ക് എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ മാൻഡ്രേക്ക് ആരാണെന്ന് സ്വന്തം പാർട്ടിയുടെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കേരളം കണ്ട എക്കാലത്തെയും വലിയ ജൂനിയർ മാൻഡ്രേക്ക് ഇപ്പോൾ വണ്ടി കയറി വരുന്നത് ഷാഫിയുടെ സ്വന്തം കോൺഗ്രസ് ക്യാമ്പിലേക്കാണ്. അതെ, അത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ തെറ്റി. അത് വന്നു കഴിഞ്ഞു. നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്കൊന്ന് തിരിഞ്ഞു നടക്കാം. കേരളം വീണ്ടും ചുവക്കുമെന്ന് ഉറപ്പായ സമയം എങ്ങനെയെങ്കിലും ഭരണ തുടർച്ച ഒഴിവാക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിക്കുന്നു. അവസാനത്തെ അടവായി പെട്ടെന്നാണ് കോൺഗ്രസിലേക്ക് ഒരു ഗ്ലാമർ താരത്തിൻ്റെ ഒരു മാസ് എൻട്രി ഉണ്ടാകുന്നത്. സിനിമാ നടൻ, ടെലിവിഷൻ അവതാരകൻ, തമാശകൾ പറഞ്ഞ് ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ജനപ്രിയൻ. അദ്ദേഹം വന്നതോടെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആവേശമായി. ഹെലികോപ്റ്ററിലും തുറന്ന ജീപ്പിലുമായി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ആ താരം പാറി നടന്നു. മൈക്കെടുത്ത് ഡയലോഗുകൾ കാച്ചി ജനങ്ങളെ ചിരിപ്പിച്ചു. താരം പോകുന്നിടത്തൊക്കെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. ഇതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കരുതി കളി നമ്മൾ ജയിച്ചു, ഇത്തവണ ഭരണം നമ്മൾ പിടിക്കും. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ താരം പോയി ചിരിച്ചു കാണിച്ച് വോട്ട് ചോദിച്ച് ക്യാമ്പയിൻ നയിച്ച ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിലം തൊടാതെ തോറ്റമ്പി. സുഹൃത്തും ബാലുശ്ശേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്ന ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രചരണത്തിന് ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ചെന്നിത്തലയുടെ കേരള യാത്രയിലും ഇദ്ദേഹം ഭാഗമായിരുന്നു. ഈ തിരുവനന്തപുരത്ത് VS ശിവകുമാർ, അരുവിക്കരയിൽ KS ശബരീനാഥൻ, താനൂരിൽ PK ഫിറോസ്, തൃത്താലയിൽ VT ബൽറാം, ഗുരുവായൂരിൽ KNA ഖാദർ എന്നിവർക്ക് വേണ്ടിയും ഇദ്ദേഹം വോട്ട് അഭ്യർത്ഥന നടത്തിയിരുന്നു. അവരൊന്നും തെരഞ്ഞെടുപ്പിൽ നിലം തൊട്ടില്ല.
കൂടെ കൊണ്ടു നടന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊക്കെ നിർഭാഗ്യം മാത്രം സമ്മാനിച്ച് സ്വന്തം പാർട്ടിയെ തോൽപ്പിക്കാൻ അവതരിച്ച ആ സാക്ഷാൽ ജൂനിയർ മാൻഡ്രേക്ക് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, അത് സാക്ഷാൽ രമേഷ് പിഷാരടിയായിരുന്നു. 2021 വോട്ട് ചോദിക്കാൻ ചെന്നിടത്തൊക്കെ കോൺഗ്രസ്സിന് കുഴി തോണ്ടിയ സ്വന്തം പാർട്ടിക്കാർ തന്നെ രഹസ്യമായി തലയിൽ കൈവച്ച് പറഞ്ഞുപോയ പേര്. വന്നപാടെ പാർട്ടിയെ തോൽപ്പിച്ച കോൺഗ്രസ്സിന് സ്വന്തം സർട്ടിഫൈഡ് മാൻഡ്രേക്ക്. ഇത് സംബന്ധിച്ച് സംവിധായകൻ കൂടിയായ MA നിഷാദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് നമ്മൾ കോൺഗ്രസിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും രാഷ്ട്രീയ കാപട്യം തിരിച്ചറിയേണ്ടത്. മുഖ്യമന്ത്രിയെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പരിഹസിച്ച അതേ ഷാഫി പറമ്പിൽ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ അതേ രമേഷ് പിഷാരടിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ പോകുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! മറ്റുള്ളവരെ മാൻഡ്രേക്ക് എന്ന് കളിയാക്കുന്ന ഷാഫി സ്വന്തം പാർട്ടിയിലേക്ക് യഥാർത്ഥ മാൻഡ്രേക്കിനെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഇവർ മാൻഡ്രേക്ക് എന്ന് വിളിച്ചത് അദ്ദേഹം കൂടെ നിന്നാൽ മറ്റൊരാൾക്ക് അപകടം വരും എന്നുള്ള ഈ അന്ധവിശ്വാസത്തിലും മന്ത്രവാദത്തിലും മാൻഡ്രേക്കിസത്തിലുമൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഷാഫിക്ക് നെഞ്ചിൽ കൈവച്ച് സമ്മതിക്കേണ്ടി വരും. 2021 കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത്, ഭരണത്തിൽ നിന്ന് അകറ്റിയത് നിങ്ങൾ ഈ മത്സരിപ്പിക്കാൻ കൊണ്ടു നടക്കുന്ന സാക്ഷാൽ രമേഷ് പിഷാരടി എന്ന ഈ മാൻഡ്രേക്കാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ അതേ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ പിഷാരടി കൂടെ നടന്നതുകൊണ്ടാണല്ലോ അന്ന് കോൺഗ്രസ് തോറ്റ് തൊപ്പിയിട്ടത്. ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ചിരിച്ചു തള്ളാനും മൈക്ക് കിട്ടുമ്പോൾ സൈബർ ഡയലോഗുകൾ അടിക്കാനും ഷാഫിക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുന്ന, സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് കൊടി കെട്ടുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥ അതല്ല. അവർക്കിടയിൽ വലിയൊരു ഭയമുണ്ട്. അത് നിങ്ങൾ തന്നെ കുത്തിവെച്ച ഭയമാണ്. കാരണം നേതാക്കൾ എന്തൊക്കെ ന്യായീകരിച്ചാലും പല കോൺഗ്രസ് പ്രവർത്തകരും ഇന്നും വിശ്വസിക്കുന്നത് രമേഷ് പിഷാരടി ഒരു മാൻഡ്രേക്കാണെന്ന് തന്നെയാണ്. പിഷാരടിയെ കൂടെ കൂട്ടിയാൽ തോൽവി ഉറപ്പാണെന്ന ചിന്ത കോൺഗ്രസിൻ്റെ താഴെത്തട്ടിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് പോലൊരു സുപ്രധാന മണ്ഡലത്തിൽ BJPയും ഇടതുപക്ഷവും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലത്തിൽ രമേഷ് പിഷാരടിയെ മത്സരിപ്പിച്ചാൽ ഇത്തവണ കോൺഗ്രസ് ജയിക്കില്ല എന്ന ഉറപ്പായ വിശ്വാസം പല കോൺഗ്രസ്സുകാർക്കുമുണ്ട്. PR വർക്കുകൾക്കും ചിരികൾക്കുമപ്പുറം ഈ തീരുമാനത്തിൽ അവർക്ക് വലിയ അമർഷമുണ്ട്. അവസാനമായി ഷാഫി പറമ്പിലിനും അദ്ദേഹത്തെ താങ്ങി നടക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനും കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. പിണറായി വിജയനെ ട്രോളാൻ പോകുന്നതിന് മുൻപ് സ്വന്തം പാളയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അടിതെറ്റി വീണാൽ, അവിടെ മറ്റാരെങ്കിലും കൊടി പാലിച്ചാൽ ആ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളുടെ തലയിൽ തന്നെ വയ്ക്കും. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഈ മാൻഡ്രേക്കിനെ പിടിച്ചു മത്സരിപ്പിച്ചത് ഷാഫി പറമ്പിലാണെന്ന് അവർ തുറന്നടിക്കും. സ്വന്തം കുഴി തോണ്ടാൻ നിങ്ങൾക്ക് വേറെ ആരുടെയും സഹായം വേണ്ട എന്നറിയാം. താങ്കളുടെ കൂടെയുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അതിനുദാഹരണം. എന്തായാലും ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, ഈ പിഷാരടി മാൻഡ്രേക്ക് എഫക്റ്റ് മാത്രം മതിയാകും നിങ്ങളെയും കോൺഗ്രസിനെയും ഒന്നിച്ച് താഴെ ഇറക്കാൻ. കാത്തിരുന്ന് കാണാം പാലക്കാട് യഥാർത്ഥ മാൻഡ്രേക്ക് ആരെയാണ് വിഴുങ്ങാൻ പോകുന്നതെന്ന്.